ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ഏറ്റവും ഒരു ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയാണ് അല്ലേ? റിലേഷൻഷിപ്പിൽ ഇരിക്കുന്നവർക്ക് അറിയാം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ടെന്നുള്ളത്. പ്രത്യേകിച്ച് ഡിസ്റ്റൻസിലിരിക്കുന്ന റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും അല്ലെങ്കിൽ ഒരു ലൈഫ് ലോങ് ടൈമിലേക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. ബിക്കോസ് കമ്മ്യൂണിക്കേഷൻ്റെ ഇഷ്യൂസ് കൊണ്ടും അല്ല കുറച്ച് നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്നില്ല, സംസാരിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ കുറേ ഇഷ്യൂസ് കൊണ്ടാണ് ഇത് പെട്ടെന്ന് ബ്രേക്കപ്പ് ആയി പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് ബ്രേക്കപ്പ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഈ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിൽ ഇരിക്കുന്നവർ ഫേസ് ചെയ്യേണ്ടി വരുന്ന കുറേ ചാലഞ്ചസ് ഉണ്ട്. ഈ ബ്രേക്ക് ആയി പോവുകയാണ് റിലേഷൻഷിപ്പ് എന്നുള്ളത് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുന്നുണ്ട്. എങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അങ്ങനെ കുറേ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത്. വെൽക്കം ടു ജസ്റ്റ് ടോക്ക്. ഒന്നാമത്തെ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ഇൻറ്റിമസി തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു ഫിസിക്കൽ ടച്ച് കിട്ടുന്നില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് അല്ലേ. നമ്മളിപ്പോൾ ഒരുമിച്ചിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ഒരു ഹഗ് ആണെന്നുണ്ടെങ്കിലും ഒരു കിസ് ആണെന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒരു ഹാൻഡ് ഷേക്ക് ആണെങ്കിൽ കൂടി നമ്മൾ അത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് റിലേഷൻഷിപ്പിൽ ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അല്ലേ. അപ്പോൾ റെഗുലറായിട്ട് നമ്മൾ ഫിസിക്കലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തതിൻ്റെ ഒരു ഇഷ്യൂ വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സയൻറ്റിഫിക്കലി നമ്മളൊരു ഹ്യൂമൻ ബീയിങ് അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ബോഡി നോക്കുമ്പോൾ ഒരു നീഡാണ്, ഒരു ഫിസിക്കൽ നീഡ് എന്ന് പറയുന്നത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ ഒരു ഡിസ്റ്റൻസിലിരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ റെഗുലറായിട്ട് ഈ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ പേഴ്സണലി ഉള്ള ഈ ഒരു ഫിസിക്കൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഫിസിക്കൽ അഫെക്ഷൻ, ഫിസിക്കൽ ഇൻറ്റിമസി ഒക്കെ കുറയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ വ്യക്തിയോടുള്ള ഒരു താല്പര്യം കുറഞ്ഞു വരാനുള്ള ഒരു ചാൻസ് വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്, ആ ഒരു ബോണ്ട് എന്ന് പറയുന്നത് ഒരിക്കലും ഫിസിക്കലി മാത്രം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷെ ഡിപ്പെൻഡ്സ് അപ്പോൺ വ്യക്തികൾ മാറുമ്പോൾ അത് മാറിക്കൊണ്ടേയിരിക്കും. ചില വ്യക്തികൾക്ക് ഇമോഷണലി ഉള്ളൊരു ബോണ്ടായിരിക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, പക്ഷെ വേറൊരു വ്യക്തിയിലോട്ട് പോകുമ്പോൾ അവർക്ക് ഫിസിക്കലി ഉള്ള ഒരു കണക്ഷനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അപ്പോൾ ഇത് കുറയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ റിലേഷൻഷിപ്പിൽ നിന്നൊന്ന് ഉൾവലിയാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. രണ്ടാമത്തെ മെയിൻ കാര്യം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. ഇപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഡിഫറെൻറ്റ് ടൈം സോണിലൊക്കെ ഇരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇവിടെ പകലും അവിടെ രാത്രിയൊക്കെ ആകുമ്പോൾ നമുക്ക് കോൾ ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിലും സംസാരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും കറക്റ്റായിട്ട് പ്രോപ്പറായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റിക്കൊള്ളണമെന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബിസി സ്കെഡ്യൂളിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിലും പരസ്പരം നല്ല രീതിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഇപ്പോൾ രണ്ടുപേരും ഒരേ ബിസി സ്കെഡ്യൂളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകാമെന്ന് വിചാരിക്കാം. പക്ഷേ ഒരാൾ കുറച്ചും കൂടെ ഫ്രീയും ഒരാൾ നല്ലോണം ബിസി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കമ്മ്യൂണിക്കേഷനിൽ നല്ല രീതിക്കുള്ള മാറ്റം വരും. സ്ഥിരമായിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ എത്രയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്താലും ആ ഒരു കമ്മ്യൂണിക്കേഷൻ നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനിലേക്ക് എത്തിക്കാൻ പറ്റില്ല. അതുപോലെ ഇമോഷണലി ഉള്ള പല കാര്യങ്ങളും ആ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ നമുക്ക് ഇൻഫോം ചെയ്യാൻ പറ്റില്ല. ആ ഒരു ഇമോഷണൽ ബോണ്ട് ഇല്ല, അതവിടെ കമ്മ്യൂണിക്കേഷനിലൂടെ മിസ്സാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ലോങ് ഡിസ്റ്റൻസിലിരിക്കുന്നവരുടെ രണ്ടാമത്തെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ കമ്മ്യൂണിക്കേഷൻ്റെ കുറവ് തന്നെയാണ്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടല്ലോ, ഇമോഷണൽ ബോണ്ട് ഉണ്ടല്ലോ, അത് പോകെ കമ്മിയാവാൻ തുടങ്ങും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നേരത്തെ പറഞ്ഞ മെയിൻ കാരണങ്ങൾ തന്നെയാണ്. ഒന്നാമത് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു മിസ്സിങ് വരുന്നു, പിന്നെ ഒരു ഫിസിക്കൽ ടച്ച് നമുക്ക് കിട്ടുന്നില്ല. ഇതൊക്കെ കുറയും തോറും നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷൻ കുറയും തോറും ആ ഒരു എഫക്റ്റീവ്നെസ് കുറയും തോറും നമ്മുടെ ഇമോഷണൽ പല കാര്യങ്ങളും നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാണ്ട് വരുമ്പോഴൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഈ ഒരു ഇമോഷണൽ ബോണ്ട് പോകെ കുറയാനായിട്ട് തുടങ്ങും. ആ ഒരു കണക്ഷൻ നമ്മുടെ എത്രയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്താലും ആ ഒരു കണക്ഷൻ നമുക്ക് കിട്ടാണ്ടാവും എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. പിന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് രണ്ടാളും രണ്ട് സ്ഥലത്തിരിക്കുന്നവരാണ്. ചില സമയത്ത് നമ്മൾ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒന്ന് കോൾ ചെയ്യാൻ നോക്കുന്ന സമയത്ത് ഒന്ന് ചാറ്റ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ ആ ഒരു വ്യക്തി അവൈലബിൾ ആയിരിക്കില്ല. മേ ബി അയാൾ എന്തെങ്കിലും മറ്റ് ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തു പോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും അയാളുടേതായിട്ടുള്ളൊരു സന്തോഷത്തിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ജലസി ഫീൽ ചെയ്യാനുള്ള ഒരു സാധ്യത വരും. അവിടെ ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ട്രസ്റ്റ് കുറവ് ഫീൽ ചെയ്യും. എന്തുകൊണ്ട് നമുക്ക് അവരെ അവൈലബിൾ ആവുന്നില്ല, അല്ലെങ്കിൽ ഞാനില്ലാണ്ടും ആ വ്യക്തി അത്രത്തോളം ഹാപ്പി ആയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്, ഇത്രയും വിട്ടു നിൽക്കുമ്പോഴും ഒരു സങ്കടവും ഇല്ല, എനിക്ക് തോന്നുന്നൊരു ഫീലല്ല, അയാൾ അവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്നൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഫീൽ ചെയ്യാൻ തുടങ്ങും. അങ്ങനെയൊക്കെ തോന്നുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് വരും, ട്രസ്റ്റ് കുറവ് വരും, ജലസി ഫീൽ ചെയ്യും, ഇൻസെക്യൂരിറ്റീസ് ഫീൽ ചെയ്യും. അവിടെ നമ്മളറിയാണ്ട് എന്തൊക്കെയോ നടക്കുന്നു എന്നുള്ളൊരു തോന്നലൊക്കെ നമുക്ക് ചുമ്മാ വരുന്നതാണ്. ചിലപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല, പക്ഷേ ഈ ഡിസ്റ്റൻസിലിരിക്കുമ്പോഴുള്ള പ്രശ്നങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, പിന്നെ വരുന്നൊരു കാര്യം ഈ ഒരു
പേഴ്സണൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ മറന്നു പോകും. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ അടുത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്, നമ്മൾ ഒരുമിച്ചിരിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വ്യക്തിയെ കെയർ ചെയ്യും, നമ്മൾ ഇമോഷണലി കുറേ കാര്യങ്ങൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, സംസാരിക്കും, അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ടച്ച് ഉണ്ടായിരിക്കും. അയാളുടെ എല്ലാ കാര്യം A to Z നമ്മൾ നോക്കുന്നുണ്ടായിരിക്കും. പക്ഷെ ദൂരെ ആയി കഴിഞ്ഞാൽ നമ്മളിതെല്ലാം മെല്ലെ മെല്ലെ മറന്നു പോകാനോ അല്ലെങ്കിൽ വിട്ടു പോകാനോ ഉള്ള ചാൻസസ് വളരെ കൂടുതലാവാനുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തും ഡിസ്റ്റൻസിലിരിക്കുമ്പോൾ. ഇപ്പോൾ നമ്മൾ എപ്പോഴും ചിലപ്പോൾ ആ വ്യക്തിയെ കെയർ ചെയ്തോളണം എന്നില്ല, അല്ലെങ്കിൽ ഇമോഷണലി പല കാര്യങ്ങളും എക്സ്പ്രസ് ചെയ്തോളണം എന്നില്ല, അല്ലെങ്കിൽ ആ ഒരു ലവ് നമ്മൾ എക്സ്പ്രസ് ചെയ്തോളണം എന്നില്ല, ചിലപ്പോൾ പറ്റാണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു വ്യക്തി അത് മേ ബി എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും, ഫുഡ് കഴിച്ചോ എന്നുള്ളതായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കോളായിരിക്കാം, എന്തെങ്കിലും സുഖത്തിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കെയർ ആയിരിക്കാം, എന്തോ ഇപ്പോൾ പുറത്തു പോകുന്നവരാണെങ്കിൽ നോക്കി പോകണം എന്നൊക്കെ പറയുന്ന ചെറിയ വാക്കുകളൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു കോളോ എന്തെങ്കിലും ടെക്സ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നവരുണ്ടായിരിക്കും. പക്ഷെ ഈ ഒരു കെയർ നമ്മൾ ഡിസ്റ്റൻസിലിരിക്കുമ്പോൾ ഈ ഒരു കെയർ മെല്ലെ മെല്ലെ കുറഞ്ഞു വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇതൊക്കെ ഈ ഡിസ്റ്റൻസിൽ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നവരുടെ ചാലഞ്ചസ് ആണ്. ഇപ്പം ഞാൻ പറഞ്ഞതൊക്കെ ഫിസിക്കലി ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിലും, കമ്മ്യൂണിക്കേഷൻ ആണെന്നുണ്ടെങ്കിലും, അതുപോലെ തന്നെ ഇമോഷണലി ഉള്ള ഒരു ബോണ്ട് ആണെന്നുണ്ടെങ്കിലും, ട്രസ്റ്റ് കുറവാണെന്നുണ്ടെങ്കിലും, ജലസ് ആണെന്നുണ്ടെങ്കിലും, ഇൻസെക്യൂരിറ്റീസ് ആണെന്നുണ്ടെങ്കിലും, ഇതൊക്കെ അവർ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസാണ്. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു? ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് സമയം തന്നെയാണ്. സമയക്കുറവായിരിക്കും മേ ബി എന്ന് പറയുന്നത്. ഇപ്പോൾ രണ്ടുപേർക്കും സമയമില്ല എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ചാൻസ് അവിടെ ഉണ്ടാവും. പക്ഷെ ഒരാൾക്ക് മതിയാവോളം സമയമുണ്ട്, ഒരാൾക്ക് ഒട്ടും സമയമില്ലാണ്ടാവുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ഡിസ്റ്റൻസ് അവിടെ വരാൻ ചാൻസ് ഉണ്ടാവും. അപ്പോൾ മെയിൻ ഒരു കാരണം എന്ന് പറയുന്നത് സമയം തന്നെയാണ്, അല്ലേ? അപ്പോൾ രണ്ടുപേർക്ക് ബിസി സ്കെഡ്യൂൾ ആകുമ്പോൾ കുഴപ്പമില്ല, രണ്ടുപേരും എന്തെങ്കിലും കാര്യത്തിൽ എൻഗേജ്ഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യും, ഒരു പരിധി വരെ അഡ്ജസ്റ്റ് ചെയ്യാമെന്നേ ഞാൻ പറയുന്നു. പക്ഷെ ചില വ്യക്തികളുണ്ട്, ഞാൻ എത്ര ബിസി ആണെന്നുണ്ടെങ്കിലും എന്നെ ഇങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൂടെ ഇത് ചിന്തിക്കുന്ന വ്യക്തികളുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരി ഇങ്ങനെ ഒരാൾ ഫ്രീയും ഒരാൾ നല്ല തിരക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ വിചാരിക്കുന്ന സമയത്തൊന്നും അയാൾ അവൈലബിൾ ആവുന്നില്ല എന്നുള്ളൊരു സാധനം നമുക്ക് ഓട്ടോമാറ്റിക്കലി വരാൻ തുടങ്ങും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാനില്ലെങ്കിലും ആ വ്യക്തി അവിടെ ഹാപ്പിയാണ്, അല്ലെങ്കിൽ എൻജോയ് ചെയ്യുന്നുണ്ട്, മറ്റു ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്, ഈ ഡിസ്റ്റൻസ് എന്നൊരു വിഷയമേ ഇല്ല എന്ന് ചിന്തിക്കുന്ന ഒരു കാരണമുണ്ട്. അപ്പോൾ അയാൾ അവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു, നമ്മളിവിടെ സങ്കടപ്പെട്ടിട്ട് അയാളില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ യാതൊരുവിധ സന്തോഷവും ഇല്ലാണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ ഒരു ഇൻസെക്യൂരിറ്റീസും ജലസും കാര്യങ്ങളെല്ലാം വന്നു തുടങ്ങും. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, എന്തെങ്കിലുമൊക്കെ ഒരു വർക്കിൻ്റെ ആണെന്നുണ്ടെങ്കിൽ വർക്ക്, അല്ല പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പഠിപ്പിൻ്റെ, അതിലൊക്കെ ഒരു ഫോക്കസ്ഡ് ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും നമ്മൾ സിറ്റുവേഷൻ അതിൽ ഫോക്കസ്ഡ് ആവുന്ന നിർബന്ധം പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ, ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ അതിൽ വേണം ഫോക്കസ്ഡ് ആവാനുള്ളൊരു സിറ്റുവേഷൻ എത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പേഴ്സണൽ കാര്യങ്ങളൊക്കെ മറന്നു പോകാൻ, അല്ലെങ്കിൽ മനഃപൂർവ്വം അത് മാറ്റി നിർത്താനുള്ള ചാൻസ് വളരെ കൂടുതലാണ്, അല്ലേ? വർക്ക് നല്ല രീതിക്ക് നമുക്ക് വർക്കിംഗ് സ്കെഡ്യൂൾ ഉണ്ട്, നല്ല ബിസിയാണ്, നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളാണ്, അല്ലെങ്കിൽ പഠിക്കാൻ നമുക്കുണ്ട്, എക്സാം ആണ്, കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ മനഃപൂർവ്വം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പേഴ്സണൽ കാര്യങ്ങളൊക്കെ മാറ്റിവെക്കും. അത് മാറ്റിവെച്ചാലാണ് അത് കാര്യങ്ങൾ നടക്കത്തുള്ളൂ. പക്ഷെ പലപ്പോഴും പലരും അത് അക്സെപ്റ്റ് ചെയ്യാണ്ട് പോകുന്നുണ്ട്. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ, ഈ ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റാത്തതാണെന്നുണ്ടെങ്കിലും, അയാളില്ലാണ്ട് നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു എന്നുള്ള റീസൺ ആണെന്നുണ്ടെങ്കിൽ, എല്ലാം കൊണ്ടും ഈ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി പോകാനുള്ള ചാൻസ് അവിടെ വളരെ കൂടുതലാണ്. നമ്മൾ സിറ്റുവേഷൻസ് ഒക്കെ മനസ്സിലാക്കി ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല വിചാരിക്കാം. പക്ഷെ നമുക്ക് പലപ്പോഴും അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാണ്ടാവും, അല്ലേ? ഒരു പാർട്ട്ണർ എന്ന് പറയുമ്പോൾ നമുക്ക് അത്രത്തോളം നമ്മുടെ ലൈഫിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മുടെ ഒരു പകുതിയാണ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? കുറച്ചും കൂടെ പോയറ്റിക്കായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരാൾ നമ്മളെ വിട്ട് നിൽക്കുമ്പോൾ നമുക്കത് എത്രത്തോളം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, നമ്മൾ ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്, അല്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് ഈ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കായി പോവുകയാണ് എന്നുള്ളത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? അടുത്തൊരു വീഡിയോയിൽ നമുക്കത് നോക്കാം.